സ്വന്തമായി ഒരു കാർ വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷെ പലപ്പോഴും നമ്മുടെ സാമ്പത്തിക സാഹചര്യം അതിന് അനുവദിക്കണം എന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാർ ലോണുകളെ അല്ലെങ്കിൽ വെഹിക്കിൾ ലോണുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ വെഹിക്കിൾ ലോൺ അല്ലെങ്കിൽ കാർ ലോൺ എടുത്ത് ഒരു കാർ വാങ്ങുന്ന സമയത്ത്, അത് ഫ്രഷ് കാർ ആവട്ടെ സെക്കൻഡ് ഹാൻഡ് കാർ ആവട്ടെ, ഒരു കാർ ലോൺ എടുത്ത് കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കാരണം നമ്മൾ സ്ഥിരമായി കടക്കെണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കാർ ലോൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. നിങ്ങൾ ഒരു കാർ ലോൺ എടുക്കുന്നതിനായിട്ട് ഒരു ബാങ്കിനെയോ അല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയെയോ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാതെ ആ ലോണിനായി അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്നതാണെങ്കിൽ നിങ്ങൾക്ക് പലിശ ഓവർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ മുകളിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എത്ര ലോൺ എമൗണ്ട് ആണ് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അപ്രൂവൽ ആവേണ്ടത് എന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മികച്ച ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാർ ലോണിൽ പലിശ നിരക്ക് കുറയാനുള്ള സാഹചര്യം വളരെ വളരെ കൂടുതലാണ്. തൽഫലമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിന്റെ ബേർഡൻ കുറയുന്നത് വഴി ആയിരക്കണക്കിന് രൂപ ഈ ഒരു പലിശ ഇനത്തിൽ ലാഭിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണ്. നമുക്കറിയാം, കാർ ലോൺ എന്ന് പറയുന്നത് ചെറിയ കാലത്തേക്കുള്ള ഒരു ലോൺ പീരീഡ് ആയിരിക്കില്ല. ഹോം ലോണിന്റെ അത്ര അങ്ങോട്ട് വരില്ലെങ്കിലും അത്യാവശ്യം കാലയളവ് കൂടിയ, ടെന്യൂർ കൂടിയ ഒരു ലോൺ കാലാവധിയാണ് നമുക്ക് ലഭിക്കുന്നത് കാർ ലോണിലും. അതുകൊണ്ട് തന്നെ വളരെ അധികം കാലത്തേക്ക് നമ്മൾ ലോൺ അടക്കുന്ന സമയത്ത് പലിശ ഇനത്തിൽ വലിയൊരു തുക അടക്കണം. പക്ഷെ മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ആ ഒരു പലിശ ഇനത്തിൽ ഉണ്ടാകുന്ന തുക നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഒരു കാർ ലോണിനായിട്ട് ഒരു ബാങ്കിനെ നിങ്ങൾ സമീപിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക. ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ആക്സസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ പോലുള്ള ആപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ എളുപ്പത്തിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണ് എന്നുള്ളത് നോക്കി മാത്രം നിങ്ങൾ ലോണിനായിട്ട് അപ്രോച്ച് ചെയ്യുക. അടുത്ത കാര്യം, കാർ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് EMI കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ നമ്മൾ ലോൺ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടൂളാണ്. നിങ്ങൾ ഒരു കാർ ലോൺ എടുക്കുന്ന സമയത്ത്, എടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് EMI കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ടാകും എത്രയായിരിക്കും കാർ ലോൺ ഉണ്ടാകുന്ന പലിശ എന്നുള്ളത്. നിങ്ങൾ ഏത് ബാങ്കിനെയാണോ അപ്രോച്ച് ചെയ്യുന്നത്, അവർ എത്ര പലിശ നിരക്കിലാണ് കാർ ലോൺ കൊടുക്കുന്നത് എന്ന് ആ ബാങ്കിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാകും. ആ പലിശ നിരക്ക് നോക്കി നിങ്ങൾ എത്ര ലോൺ തുകയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ എത്ര കാലയളവിലേക്കാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത്, എത്ര പലിശ നിരക്കിലാണ് എടുക്കുന്നത്, പ്രതിമാസം എത്ര EMI ആണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ EMI കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ കണക്കായിട്ട് വേണം, എന്റെ പ്രതിമാസ വരുമാനത്തിൽ നിന്നും ഇത്രയും എമൗണ്ട് EMI കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടാകുമോ, അഥവാ ആ EMI കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് വെച്ച് വേണം ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ EMI ഒരു തടസ്സമാകുമോ? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം EMI കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാർ ലോണുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് നോക്കുന്നില്ല എന്നതാണ് മറ്റൊരു മിസ്റ്റേക്ക്. നമുക്കറിയാം, ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും, അല്ലെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ലോൺ കരസ്ഥമാക്കുക, എത്രയും പെട്ടെന്ന് ആ എമൗണ്ട് കൊണ്ടുപോയി ഷോറൂമിൽ കൊടുത്ത് കാർ വാങ്ങുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലോൺ നമുക്ക് ലഭിക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും ഹാപ്പിനെസ് വരുന്നു. നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, നമ്മൾ ചുറ്റുപാടും ഒന്നും ആലോചിക്കുന്നില്ല. ഈ ഒരു മിസ്റ്റേക്ക് പലപ്പോഴും പലരും വരുത്തുന്നതാണ്. ലോണുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട എത്ര EMI ആണ് നിങ്ങൾ അടക്കേണ്ടത്, ഇൻ കേസ് EMI മുടങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും, മുതലിൽ എത്ര എമൗണ്ട് ആണ് അടക്കേണ്ടത്, പലിശ ഇനത്തിൽ മാത്രം എത്ര എമൗണ്ട് ആണ് അടക്കേണ്ടത്, നേരത്തെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നേരത്തെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രീ ക്ലോസർ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പെനാൽറ്റി ഉണ്ടാകുമോ, ലോൺ ആരംഭിച്ച് എത്ര കാലം കഴിഞ്ഞാൽ പ്രീ ക്ലോസർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോണുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. അങ്ങനെ വായിച്ചു നോക്കാതെ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുകളിൽ വലിയ ഒരു ബേർഡൻ വരുന്നു, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭാരം നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള സാധ്യത ഉണ്ട്. സോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി അത് നിങ്ങൾക്ക് ഉതകുന്നതാണോ, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ കാർ ലോൺ എടുക്കുക. നമ്മൾ കാർ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അവിചാരിതമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴാണ് പണത്തിന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് പ്ലാൻ പ്ലസ് നിങ്ങളെ സഹായിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, 1 കോടി രൂപയുടെ ബേസ് കവർ. ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ പ്ലാൻ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. കൂടാതെ സ്മാർട്ട് കവർ ബൂസ്റ്റും അവൈലബിൾ ആണ്. അതായത് പോളിസി എടുത്ത് ആദ്യത്തെ 15 വർഷത്തിനുള്ളിൽ പോളിസി എടുത്ത ആൾ മരണപ്പെടുകയാണെങ്കിൽ
1.5 കോടി രൂപ ലഭിക്കുന്നു. കൂടാതെ സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾ അടച്ച പ്രീമിയം 100% തിരികെ ലഭിക്കുന്നു. അതുകൂടാതെ 15% ലൈഫ് ടൈം ഡിസ്കൗണ്ട് സ്ത്രീകൾക്കും സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ വർഷം 15% ഡിസ്കൗണ്ടും ലഭിക്കുന്നു. കൂടാതെ 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിനകത്തുണ്ട്. മാത്രമല്ല ജെന്യുവൻ ക്ലെയിമുകൾക്ക് 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ലഭിക്കുന്നു. നമ്മുടെ ടോട്ടൽ ലോൺ എലിജിബിലിറ്റി കൺസിഡർ ചെയ്യാതിരിക്കുക എന്നതാണ് മറ്റൊരു തെറ്റ്. നമ്മൾ ഒരു കാർ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് എത്ര ലോൺ ആണ് മാക്സിമം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് 10 ലക്ഷം രൂപയുടെ ഒരു കാറാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 8 ലക്ഷം രൂപ വരെ എനിക്ക് ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 8 ലക്ഷം രൂപ ലോൺ എടുത്താൽ അതിന് EMI അടക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി, പ്രതിമാസ വരുമാനം എനിക്കില്ല എന്നാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും സാമ്പത്തികമായുള്ള കാര്യത്തിൽ. സോ നമ്മുടെ ലോൺ എലിജിബിലിറ്റി, നമ്മുടെ പേഴ്സണലി നമുക്ക് എത്രയാണ് നമുക്ക് ലോൺ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ആ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോൺ മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെഹിക്കിൾ ലോണിന്റെ EMI കാൽക്കുലേറ്റർ പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് കാൽക്കുലേഷൻ നടത്തി കൃത്യമായിട്ട് എമൗണ്ട് എത്രയാണ് മാറ്റി വെക്കാൻ പറ്റുന്നത്, ആ ഒരു എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എന്നെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഒഴിവാക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ലോൺ ലിമിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവിധ ബാങ്കുകളുടെയും ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പലിശ നിരക്ക്. കാർ ലോണുകൾക്ക് അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല എന്നതാണ്. നമ്മളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, ലോൺ കിട്ടുമോ എന്ന് ചോദിക്കുന്നു, അവർ ഓക്കെ പറയുന്നു, അവർ ഒരു പലിശ നിരക്ക് പറയുന്നു, നമ്മൾ ശരി എന്ന് പറയുന്നു. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ 3, 4, 5 ബാങ്കുകളുടെയും ബാങ്ക് ഇതര സ്ഥാപനങ്ങളും കൊടുക്കുന്ന കാർ ലോണിന്റെ പലിശ നിരക്ക് തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് ബാങ്കിനാണ് പലിശ നിരക്ക് കൂടുതൽ ഉള്ളത്, ഏത് ബാങ്കിനാണ് പലിശ നിരക്ക് കുറവുള്ളത്, എത്ര കാലത്തേക്കാണ് നമ്മൾ അടയ്ക്കേണ്ടത്, എത്ര EMI ആയിരിക്കും അതുവഴി ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർ ലോൺ എടുക്കുന്ന സമയത്ത് പറ്റുന്ന മറ്റൊരു പ്രധാന തെറ്റ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെന്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ചില ബാങ്കുകൾ 100% തുകയും ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ ഡൗൺ പേയ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇത് വളരെ വലിയ ഒരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് പരമാവധി എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അത്രയും ഡൗൺ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ ലോൺ എടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെന്റ് എത്രത്തോളം അധികമുണ്ടോ അതിന്റെ ബാക്കി തുക മാത്രം ലോൺ എടുത്താൽ മതിയാകും. അത്രത്തോളം ബേർഡൻ നമുക്ക് കുറഞ്ഞു കിട്ടും. സോ ഈ കാര്യത്തിന് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മാക്സിമം എമൗണ്ട് സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാർ വാങ്ങുക എന്ന ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന്റെ 3, 4 വർഷം മുമ്പ് തന്നെ നിങ്ങൾ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോൺ എടുക്കുന്ന തുക മാക്സിമം കുറഞ്ഞ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ലോണിന്റെ ഒരു ബേർഡൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ലോൺ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ലോൺ കാലാവധിയെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റ്. നമ്മളൊരു വാഹന ലോൺ അല്ലെങ്കിൽ ഒരു കാർ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം ടെന്യൂർ അവരോട് ആവശ്യപ്പെടും. ലോൺ അടച്ചു തീർക്കുന്നതിന് മാക്സിമം കാലാവധി ആവശ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും EMI കുറഞ്ഞു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പുറത്ത് നമ്മൾ EMI കുറയുമ്പോൾ തന്നെ ആ EMI നമ്മൾ അടയ്ക്കേണ്ട പലിശ നിരക്ക് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോണിന്റെ കാലാവധി എത്രത്തോളം കുറവാണോ അത്രയും കുറച്ച് എമൗണ്ട് മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ടാകൂ പലിശ ഇനത്തിൽ. കൂടിയ കാലാവധിയിലേക്ക് എടുക്കുമ്പോൾ EMI കുറവായിരിക്കും, പക്ഷേ നിങ്ങൾ അടയ്ക്കേണ്ട പലിശ വളരെ കൂടുതലായിരിക്കും. ചുമ്മാ എന്തിനാണ് നമ്മൾ പലിശ കൊടുത്ത് പണം വേസ്റ്റ് ചെയ്യുന്നത്? ആ പണം നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ സേവ് ചെയ്യാൻ പറ്റില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെന്യൂർ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ലോൺ കാലാവധി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറഞ്ഞ ടെന്യൂർ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലും ആ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാനുള്ള ഒരു മാർഗം ആലോചിക്കുക. സോ നമ്മളൊരു കാർ ലോൺ എടുക്കുന്ന സമയത്ത് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. ഏതൊരു സാധാരണക്കാരനും വരുത്താൻ സാധ്യതയുള്ള ചില തെറ്റുകളാണ് ഇത്. നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ലോൺ എടുത്ത് ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റായും രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.